ആദ്യാനുരാഗം. രചന ദി മാജിക്കൽ റൈറ്റർ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. എന്നാ മോനൊരു കള്ളത്തരം. ഇയാൾ ഫോൺ വെച്ചേ. ഫോൺ കട്ട് ചെയ്ത് ജിയോ ബെഡിലേക്ക് കിടന്നു. വാതിലെടുത്തും ചെയ്യാം. ചേട്ടാ. നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. നിനക്കെന്നാ വേണ്ടേ? ആരെയും നിഷ. നിഷയോ? ഏത് നിഷ? ഇപ്പൊ പറഞ്ഞില്ലേ? ആ നിഷ നിഷ. അതോ, അത് ഞാനൊരു പാട്ട് ഓടിയതാ. നീ കേട്ടിട്ടില്ലേ വിജയുടെ പാട്ട്? നമുക്ക് കാണാം. എന്ത് കാണാൻ? നീ താഴെ ചെന്ന് ചേട്ടൻ ചായ എടുക്ക്. ആൾ താഴേക്ക് പോയി. ഈ കുരുപ്പിനെ സൂക്ഷിച്ചില്ലെങ്കിൽ പണിയാവും. 2 ദിവസത്തിന് ശേഷം ആരെയും രാവിലെ തന്നെ ഫോൺ വിളിക്കുന്നേ. ഉറങ്ങാനും സമ്മതിക്കില്ല. നാശം. ജിയോ ഫോൺ എടുത്ത് നോക്കി. ഹലോ, നീ രാവിലെ തന്നെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ഇറങ്ങിയേക്ക് വേണ്ട. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നമുക്ക് വൈകിട്ട് ഒന്നുകൂടെ ലൈബ്രറി വരെ പോണം. നീ തന്നെ പോയാൽ മതി. വലിയ ഷോ കാണിക്കല്ലേ. വൈകിട്ട് വന്നേക്കണം. അവളവിടെ ഉണ്ടാവും. ഇനി ഞാൻ അങ്ങോട്ട് പോയി അവളെന്നെ തെറ്റിദ്ധരിക്കും. പിന്നെ ലൈബ്രറി അവളുടെ തറവാടോയൊന്നല്ലല്ലോ. വൈകിട്ട് നീ വീട്ടിലേക്ക് വന്നേണം. അവൻ പറഞ്ഞ് അരുൺ ഫോൺ കട്ട് ചെയ്തു. ഹലോ. അവൻ തെറി വിളിച്ച് ഫോൺ വെച്ചു. ഉറക്കവും പോയി. ജിയോ താഴേക്ക് നിന്ന് ഡൈനിങ് ടേബിളിൽ നിന്ന് വാട്സാപ്പ് എടുത്ത് മെസ്സേജുകൾ നോക്കിക്കൊണ്ടിരുന്നു. ജിയോ അപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. അവൻ അവളെ കണ്ടതും നീ ചെവി വിട്ടൂടെ? എന്തേ? അമ്മ എന്തിയേ? അപ്പുറത്തുണ്ട്. എന്തോ പണിയില്ല. നീ വീട്ടിൽ ചായട്ടുണ്ട് വാ. ആൾ മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ ഇരുന്നു. നീ നിന്നോടാ പറഞ്ഞേ. ആൾ ദേഷ്യത്തോടെ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അതാണ് കിച്ചൻ. അവിടെ പോയി ചായയെങ്കിലും സ്വന്തമായിട്ടിട്ട് കുടിക്ക്. ആൾ ദേഷ്യത്തോടെ തന്നെ അകത്തേക്ക് പോയി. ജിയോ കുറച്ച് സെക്കൻഡ് മിണ്ടാതിരുന്നിട്ട് ആളുടെ അടുത്തേക്ക് അവളുടെ അടുത്തിരുന്നു. എന്താ മോളെ, വയ്യേ? ജിയോ സ്നേഹത്തോടെ ചോദിച്ചു. ഒന്നില്ലേട്ടാ, ചെറിയൊരു വയറുവേദനയും തലവേദനയും. നീ ചായ കുടിച്ചോ? ഇല്ലേട്ടാ, ചായ വേണ്ട. മോളുവാ, ഇന്ന് ഞാനൊരു ചായ ഇട്ട് തരാം. എൻ്റെ ചായ നീ കുടിച്ചില്ലല്ലോ. ഞാനിട്ട ചായ കുടിച്ചാലേ നിന്റെ ക്ഷീണമൊക്കെ പോകും. ആൾ മെല്ലെ ചിരിച്ചു. ജിയോടൊപ്പം കിച്ചണിലേക്ക് പോയി. അലി വേണ്ട, നമുക്ക് ചുമ്മാ ഒന്ന് പുറത്തേക്ക് പോവാം. നമ്മുടെ ഗ്രൗണ്ടിന് താഴെ ചെറിയൊരു കടയില്ലേ, അവിടെ പോയി ചായ കുടിക്കാം. നീ പോയി നല്ല ഡ്രസ്സ് ഇട്ട് വാ. അമ്മേ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. അവളെയും കയറ്റി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. നല്ല മഞ്ഞല്ലേട്ടാ, നേരം വെളുക്കുന്നേ ഉള്ളൂ. നല്ല രസമല്ലേ ഇങ്ങനെ ബൈക്കിൽ പോവാൻ? ഒരു ദിവസം നമുക്ക് ഹിമാലയം പോവാം. അപ്പം നല്ല തണുപ്പായിരിക്കും. നമ്മൾ തന്നെയോ? നമ്മൾ രണ്ടുപേരും പോരെ? പോരാ. വേറെ ആരാ? അമ്മയും അപ്പയും. ആണോ? അവരെയും കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞ വേറെ ഒരാളെ കുറിച്ചാ. അതാരാ? ദേ കട എത്തി. വാ, നമുക്കൂടെ ഇരിക്കാം. ചേട്ടൻ 2 ചായ, ഒന്ന് പാല് കുറച്ച് വിത്തൗട്ട് ഷുഗർ. ഓ സോറി, 2 കട്ടൻ ചായ. എന്താ ഏട്ടാ, കുറച്ച് ദിവസമായാലും ഇത്? എന്ത്? ഈ പാല് കുറച്ച് വിത്തൗട്ട് ഷുഗർ. അതെവിടുന്നോ വാങ്ങിക്കേറിയതാ, പിന്നെ പോകുന്നില്ല. ആവട്ടെ, നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയേ? ഹിമാലയം. അതന്നെ. പോകുമ്പോ ഒരു ചേച്ചിയും കൂടെ കൊണ്ടുപോവാ. ഏത് ചേച്ചി? ഓ, ഒന്നും അറിയില്ലേ? ജിയോ ചിരിച്ചുകൊണ്ട്. നിനക്ക് നിർബന്ധമാണെങ്കിൽ കൊണ്ടുപോവാ. ചേച്ചി ഞാൻ കാണിച്ചു തരാം. നീ പോയി സെറ്റാക്കുവോ? എടി പെണ്ണെ, നീ കൊള്ളാലോ. ജിയോ ചിരിച്ചു. എന്നാ ചായ. കടക്കാരൻ വിളിച്ചു. ജിയോ ചെന്ന് 2 ചായ മേടിച്ചു. ഒന്ന് അവൾക്ക് കൊടുത്തു. അവർ രണ്ടുപേരും തണുപ്പത് ചായ ആസ്വദിച്ച് കുടിച്ചു. ജിയോ, കഴിക്കാനെന്താ? നെയ്യപ്പം. ചേട്ടാ, 2 നെയ്യപ്പം. പിന്നെ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? നിന്നെ കെട്ടിക്കണ്ടേ? എനിക്കങ്ങ് വേണ്ട. എനിക്കിപ്പോൾ കെട്ടൊന്നും വേണ്ട. അതെന്നാ? അതോ, എനിക്ക് കുറേ പഠിക്കണം, ജോലിക്ക് പോകണം, അങ്ങനെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. നീ നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ കെട്ടിയാൽ മതി. ആൾ ജിയോയെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. താങ്ക്സ്. പക്ഷെ പപ്പയും അമ്മയും സമ്മതിക്കുമോ? ഞാനില്ലേ, പിന്നെ എന്തിനാണ് നിനക്ക് ടെൻഷൻ? ജിയോ ചിരിച്ചു. ആളുടെ കണ്ണിൽ നിന്ന് ചെറുതായി കണ്ണീര് വന്നു. പിന്നെ ആകെ പോട്ടെ, നിന്റെ കോളേജിൽ എന്താ വിശേഷം? ഫ്രണ്ട്സൊക്കെ എന്നെ എടുക്കുന്നു? അത് പറഞ്ഞപ്പോഴാ ദിവ്യക്ക് ചേട്ടനൊന്ന് പരിചയപ്പെടുന്നുണ്ട്. ആൾക്ക് ചേട്ടനോട് ഭയങ്കര ക്രേസ്. ആ ചേട്ടന് മറ്റേ കവർ സോങ്ങിന്റെ വീഡിയോ കണ്ടേ. പിന്നെ അതിനിപ്പോ നമുക്കൊന്ന് പരിചയപ്പെട്ടേക്കാം. ഇന്ന് നീ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചോ? അയ്യടാ, മോന്റെ മനസ്സിലിരിപ്പ്. അവർ രണ്ടുപേരും ചിരിച്ചു. നിന്റെ തലവേദന പറഞ്ഞോ? സത്യം പറയാലോ ഏട്ടാ, തലവേദനയെ കുറിച്ച് തന്നെ മറന്നുപോയി. ജിയോ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. സമയമായി, നമുക്ക് പോവാം. ഏട്ടാ. ആറ് വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോയി. പപ്പ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. നിങ്ങൾ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് എവിടെ പോയതാടാ? ഞങ്ങൾ ചായ കുടിക്കാൻ പോയതാ. ഈ മഞ്ഞത്തോ? ഞങ്ങളങ്ങനെ ചായ കുടിക്കാൻ ഐസ്ക്രീം കഴിക്കാനൊക്കെ പോകും അല്ലേ ഏട്ടാ? അല്ല പിന്നെ. നിന്റെ ജോലിക്കാരി എന്തായി? എന്താ അമ്മേ, വിളിച്ചോ? ഇതാ വരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജിയോക്കൊരു മെയിൽ വന്നു. ഇക്കാഗ്നിറ്റോ സൊല്യൂഷൻസിൽ നിന്ന് ഇന്റർവ്യൂ ലെറ്റർ ആണ്. അവന് വളരെ സന്തോഷമായി. അവൻ ആഗ്രഹിച്ചിരുന്ന കമ്പനിയിൽ നിന്ന് തന്നെ അവൻ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു. മേ കമിൻ? യെസ്. ഇന്റർവ്യൂ റൂമിലേക്ക് ചെന്ന ജിയോ ഞെട്ടി. നിഷയാണ് ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അത്രയും നേരം ഇന്റർവ്യൂവിന്റെ സീരിയസ്നെസ്സിലായിരുന്ന ജിയോയുടെ മൈൻഡ് മാറി. എന്റെ പൊന്നോ, ഇവളാണോ HR? ജിയോ വീണ്ടും ഹാപ്പിയായി. ഹേയ്, താൻ എന്താണ് നിൽക്കുന്നത്? അകത്തേക്ക് വരൂ, പ്ലീസ് ബി സീറ്റഡ്. അവളുടെ ജാട അറിയുന്ന പാമ്പോലും ഇല്ല. ജിയോ CV എടുത്തു. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എന്താ, നിനക്കെന്നെ അറിയില്ലേ? കേട്ടില്ല. നിഷ,
വാട്ട്? സോറി മാം. ഇറ്റ്സ് ഓക്കെ. ഏതായാലും ഇവളെനിക്ക് ജോലി തരാൻ പോകുന്നില്ല. നോക്കാം, ഒരുങ്ങി കെട്ടി വന്നല്ലേ. ജിയോ മനസ്സിൽ പറഞ്ഞു. താൻ ആദ്യമായിട്ടാണോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്? അല്ല, എന്താ മേഡം? അല്ല, ജിയോയുടെ ഇരിപ്പോ കണ്ടിട്ട് ചോദിച്ചാ. 2016 PG കഴിഞ്ഞു, എന്നിട്ട് ജോബിനൊന്നും ട്രൈ ചെയ്തില്ലേ? എന്ത് പറ്റി? അത് മേഡം നല്ല കുട്ടിയെ കിട്ടാത്തോണ്ട്. എന്താ പറഞ്ഞേ? അല്ല, നല്ല കമ്പനിയിൽ കിട്ടാത്തോണ്ട്. ഓ അങ്ങനെ. നിഷ അവനോട് എന്തൊക്കെയോ ചോദിച്ചു. അവൻ എന്തൊക്കെയോ പറഞ്ഞു. വൈ ഡു യു വാണ്ട് ദിസ് ജോബ്? മേഡം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, സമയം ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടാവും, മഴ കാരണം ഞാനൊരു കോഫി ഷോപ്പിൽ കയറിയിരുന്നു. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി വന്നു. മഴയത്ത് മഞ്ഞ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ മഞ്ഞ മഴത്തുള്ളികൾക്കിടയിലൂടെ അവൾ നടന്നു വന്നു. ആ മഴത്തുള്ളികൾക്കിടയിലൂടെ അവളുടെ മുഖം ഒന്ന് കാണണം, പ്രത്യേകിച്ച് ആ കണ്ണുകൾ. മേഡം, കണ്ണെടുക്കാൻ തോന്നില്ല. ആ രാത്രിയിൽ കണ്ടപ്പോൾ തന്നെ അവൾ എൻ്റെ മനസ്സിൽ കയറിക്കൂടി. പെട്ടെന്ന് സപ്ലൈയുടെ കൈതട്ടി ഫുഡ് അവളുടെ ദേഹത്ത് വീണ്ടും അവൾ ശാന്തമായി പ്രതികരിച്ചു. അവളുടെ ആ പെരുമാറ്റം അവളോടുള്ള എൻ്റെ സ്നേഹത്തെ ഇരട്ടിയാക്കി. പിന്നീട് ഞാൻ അവളെ പലയിടത്തും വെച്ച് കണ്ടു. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ അവളെ വീണ്ടും കാണുമെന്ന്. ഞാൻ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവസാനം ഞാൻ ഫോളോ ചെയ്യണമെന്ന് അവൾ മനസ്സിലാക്കി. അവളൊന്ന് മനസ്സിലാക്കിയെടുത്ത രീതിയാണ് ഞാൻ ഞെട്ടിപ്പോയി. വളരെ ക്ലവറായ ഒരു പെൺകുട്ടി ഞാൻ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടും അവൾ എന്നോട് ദേഷ്യപ്പെട്ടില്ല. ഞങ്ങൾ അവസാനം കണ്ട ദിവസം അവൾ എന്നെ നോക്കി ചിരിച്ചു. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ജോബിന് അപ്ലൈ ചെയ്തത്. നിഷമേലെ ചിരിച്ചു. ഒപ്പം അവൾക്ക് ചെറിയ ദേഷ്യം വന്നു. താനെന്താ എന്നെ കളിയാക്കുവാണോ? താൻ ശരിക്കും ജോലിക്ക് വേണ്ടി തന്നെയാണോ ഇന്റർവ്യൂവിന് വന്ന്? ജിയോ ചിരിച്ചുകൊണ്ട് മെല്ലെ എഴുന്നേറ്റു. നിഷ, എനിക്ക് മഴയത്ത് അന്നത്തെ പോലെ ഒന്നുകൂടെ നിന്നെ കാണണം. ഞാനിന്ന് വൈകിട്ട് ഒരു 9 മണിയാകുമ്പോൾ നിന്റെ വീടിന്റെ താഴെ വരും. നീ ബാൽക്കണിയിൽ ഇറങ്ങി നിൽക്കണം. ഉറപ്പായും മഴ പെയ്യും. ജിയോ അതും പറഞ്ഞ് പുറത്തേക്ക് പോയിട്ട് വീണ്ടും അകത്തേക്ക് വന്നു. എന്താ? പിന്നെ വൈകിട്ട് നീ പുറത്തേക്ക് വന്നാ ഞാൻ ചായ മേടിച്ചു തരാം. ടീ, പാല് കുറച്ച്, വിത്തൗട്ട് ഷുഗർ. ജിയോ നടന്ന കാര്യങ്ങളെല്ലാം അരുണിനോട് പറഞ്ഞു. എടാ, നിനക്ക് ബോധമുണ്ടോ? ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്? എടാ, ഞാൻ അവളെ നൈസായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്താ. അടിപൊളി. ഡാ, ഇതാണോടെ പ്രപ്പോസ്? ഇനി നിനക്ക് ജോലി കിട്ടുമോ? ആ കമ്പനിയിൽ നിന്നൊക്കെ ഇന്റർവ്യൂവിന് വിളിക്കുന്നതിന് വലിയ കാര്യമാണ്. എന്നിട്ട് അവിടെ പോയി കോമഡി കാണിച്ചിട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് രാത്രി 9 മണിക്ക് ബാൽക്കണിയിൽ ഇറങ്ങി നിൽക്കാം. നിനക്ക് തലക്ക് വല്ല അസുഖമുണ്ടോ? എന്നിട്ടൊരു ഡയലോഗും ഉറപ്പായിട്ടും മഴ പെയ്യുന്നു. നിന്റെ അച്ഛനിരിക്കുന്നോ ഫയർഫോഴ്സിൽ നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ മഴ പെയ്ക്കാൻ? ഡാ, നീ കുറെ നേരമായി. നീ ഇന്ന് രാത്രി 9 മണിക്ക് ആകുമ്പോൾ അവള് വീണ്ടും വെളിയിൽ വന്ന് നോക്ക്. ബാൽക്കണിയിൽ അവൾ വന്നിരിക്കും. ഓ, നീ തന്നെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. നീ എന്നെ വീട്ടിലോട്ട്, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ജിയോ തിരിച്ച് വീട്ടിലെത്തി. ദേ തോറ്റു തുന്നമ്പാടി വന്നിരിക്കുന്നു അമ്മയുടെ മോൻ. നീ വേണേ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, റിസൾട്ട് വരട്ടെ. അപ്പൊ തന്നെ ജോലി ഇട്ടത് നിന്റെ മാമന്റെ കമ്പനി ഒന്നല്ലല്ലോ. ചേട്ടാ, അപ്പൊ എങ്ങനെയാ? ഇന്നോട്ട് ടെറസിൽ പോവല്ലേ? ഡീ, നീ ഒന്നും ഉണ്ടായിരുന്നേ. അവന് തമാശ പറഞ്ഞല്ലേ എന്ന്. നീ അതിൽ പിടിച്ച് തൂങ്ങല്ലേ? അമ്മേ, നീ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കഴിക്കെടുക്കാം. ചേട്ടാ, നന്നായി കലക്കി ഒരു ബൂസ്റ്റ് എടുക്കട്ടെ. നിന്റെ മറ്റവനുണ്ടോ കൊടുക്കടേ? ജിയോ റൂമിലേക്ക് പോയി കണ്ണാടിയിൽ നോക്കി. നിനക്ക് ബോധമുണ്ടോടാ? ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? പെട്ടെന്ന് അവന്റെ ഫോൺ ബില്ലടിച്ചു. ജിയോ ഫോൺ എടുത്തു. മോനെ, എന്നെ എടുക്കുവാടാ. ഞാൻ ഓഫീസിൽ. എന്നെ കളിയാ? എടാ, അന്ന് നീ പറഞ്ഞ ആ വേക്കൻസി ഉണ്ടാവോ? എടാ, നീ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആൾ കയറി. എന്താടാ? സബാഷ്. വേറെ വേക്കൻസി വല്ലതും ഉണ്ടാവോ? നിനക്ക് അത്യാവശ്യമാണോ? ഓ അതേ മേൻ. എടാ, ഒരു കാര്യം ചെയ്യും, ഉറപ്പായിട്ടും ജോലി കിട്ടും. എന്താടാ പറ. നീ ഇന്നൊരു 9 മണിയാകുമ്പോൾ ഇന്ദിരാനഗറിൽ 5ാമത്തെ വീടിന്റെ താഴ്ച നിൽക്കുക. അപ്പോൾ ഒരു പെണ്ണ് ഇറങ്ങി വരും. അവളോട് ചോദിച്ചാൽ മതി, നിനക്ക് ജോലി കിട്ടും. ജിയോ അപ്പം തന്നെ ഫോൺ വെച്ചു. കള്ള അരുണേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നിന്റെ കാര്യം തീർന്നടാ. ജിയോ അരുണിന്റെ വീട്ടിലെത്തി. ബൈക്ക് വെച്ച് ഓടിച്ചെന്നു. അമ്മേ, അരുണെന്തിയെ കിതച്ചുകൊണ്ട്. നീ എന്നെ അവനെ കിതക്കുന്നേ? അത് പിന്നെ അവനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഓടി വന്നാമേ. ഓ, ഇങ്ങനെയുണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ്. ആ മുകളിലുണ്ട്. ജിയോ മുകളിലേക്ക് ചെന്നു. അരുൺ കിടക്കിയായിരുന്നു. ഡാ കള്ള പന്നി! ജിയോ ഓടിച്ചെന്ന് അരുണിന്റെ പുറം നോക്കി ഇടിച്ചു. നിനക്കെന്നട ഭ്രാന്തുണ്ടാ? ജിയോ അരുണിനെ കോളിൽ പിടിച്ച് ഭിത്തിയിൽ തൂക്കി നിർത്തി. നീ എന്റെ ഇന്റർവ്യൂവിന്റെ കഥ പഞ്ചായത്ത് മൊത്തം അറിയിച്ചല്ലേ? അളിയാ സോറി, എനിക്കത് കേട്ടിട്ട് ചിരിർത്താൻ പറ്റിയില്ല, അതുകൊണ്ടാ. നീ എന്നൊന്ന് താഴെ നിർത്ത്. ജിയോ അവനെ താഴെ നിർത്തി. ഡാ കോപ്പേ, ആ പ്രവീൺ വിളിച്ചിട്ട് എനിക്കിട്ട് ഉണ്ടാക്കി. പോട്ടളിയാ, അത് വിട്ടുകളാ. ദേ പരിപാടിയൊക്കെ സെറ്റാ. പോളാ, ഇന്നൊരു പരിപാടി ഞാനില്ല, ഞാൻ പോവാ. എടാ, അത് എന്ത് പരിപാടിയാ? നീ ഇല്ലാതെ എങ്ങനെയാ? ഇന്നെനിക്ക് വേറെ പരിപാടിയുണ്ട്. ഒരു മനുഷ്യന് യഥാർത്ഥമായി പ്രണയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന അവനാവില്ല, മറ്റാരോ ആയിരിക്കും. അതാരായിരിക്കും? ആദ്യമായി പ്രണയിച്ച മനുഷ്യർ അതാരായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവരാരായാലും അവർക്ക് ആദ്യമായിട്ട് എങ്ങനെയാവും പ്രണയം തോന്നിയിട്ടുണ്ടാവുക? അവർ പ്രണയിച്ചപ്പോൾ എന്തൊക്കെയാവും ചെയ്തിട്ടുണ്ടാവുക? ശരിക്കും ഇന്നത്തെ ലോകം പ്രണയിക്കുന്നത് അവർക്ക് അതിനുള്ള അറിവ് തങ്ങളുടെ പിൻതലമുറയിൽ നിന്ന് ലഭിക്കുന്നതിലൂടെയാണ്. എന്നാൽ ആദ്യമായി പ്രണയിച്ചവർ അവർക്ക് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ അറിവുണ്ടാവില്ല. എന്നിട്ട് അവർ പ്രണയിച്ചു. അപ്പോൾ അവർ എങ്ങനെയായിരിക്കുമല്ലേ പ്രണയിച്ചിട്ടുണ്ടാവുക? അവർ പ്രണയിച്ച അവരുടെ ഇഷ്ടത്തിനാവും. കാരണം അവർക്കും വലിയ യാതൊരു നിബന്ധനകളും ഉണ്ടായി കാണില്ല. കാരണം ഇതിന്റെ തുടക്കം അവരിൽ നിന്നാണ്. ഇതിന്റെ അവകാശികളും അവർ തന്നെ. കൂടുതൽ ആലോചിക്കേണ്ട, അവർ പ്രണയിച്ചത് നമ്മൾ പ്രണയിക്കുന്ന പോലെ തന്നെയാണ്. പ്രണയത്തിന് അന്നും ഇന്നും ഒരേ രൂപവും ഭാവവും.
എന്നാൽ അവർക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ല. അവർ ഒന്നിക്കുന്നതിന് മുന്നേ മരണം അവരെ കൊണ്ടുപോയി. എന്നാൽ പ്രണയത്തിന്റെ മധുരം അറിഞ്ഞവർ ഇനി വരുന്ന തലമുറയ്ക്ക് ഇത് ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ മരിച്ചു. അവർ തങ്ങൾ അനുഭവിച്ച നിധി ഭൂമിയിൽ ഒരു ചെപ്പിലാക്കി സൂക്ഷിച്ചു. ഭൂമിയിലെ ഓരോ മനുഷ്യർക്കും പ്രണയം തോന്നുമ്പോൾ ഈ ചെപ്പ് തുറക്കും. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. പ്രണയിക്കുന്ന ഓരോ മനുഷ്യർക്കും തോന്നേണ്ട വികാരങ്ങളും അവർ കാണേണ്ട സ്വപ്നങ്ങളുമെല്ലാം ഈ ചെപ്പിൽ നിന്ന് സന്ദേശമായി വന്നുകൊണ്ടിരുന്നു. ഒരു നിബന്ധന മാത്രം, തോന്നുന്ന യഥാർത്ഥ പ്രണയമായിരിക്കണം. ജിയോ വീട്ടിൽ നിന്ന് അല്പസമയം മയങ്ങി. മയക്കത്തിൽ അവനോടൊപ്പം ഒരു സുന്ദരി ഉണ്ടായിരുന്നു. ആ സുന്ദരി അവന്റെ കാതുകളിൽ മന്ത്രിച്ചു. ഞാൻ നിന്നോട് ചേരാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒന്നിക്കാൻ ഈ ലോകം തന്നെ ആഗ്രഹിക്കുന്നു. എന്നാൽ നീ എന്നിലേക്ക് വരാതിരുന്ന ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോകും. ജിയോ പെട്ടെന്ന് കണ്ണു തുറന്നു. തന്റെ മനസ്സിൽ നിന്ന് അവൾ പോവില്ലെന്ന സത്യം ജിയോ തിരിച്ചറിഞ്ഞു. അവളൊപ്പമില്ലാതെ ജീവിച്ചാൽ ഇനി അവന്റെ ജീവിതം പൂർണ്ണമാവില്ല. ഇത്രയും നേരം അവന്റെ മനസ്സിലുണ്ടായിരുന്ന ജോലി പോയതിന്റെ ടെൻഷനും കൂട്ടുകാർ കളിയാക്കിയതിന്റെ ദേഷ്യവുമെല്ലാം മാറി. അവൻ എഴുന്നേറ്റ് ക്ലോക്കിൽ നോക്കി. സമയം 8 മണിയായി. അവന് ഏറ്റവും ഇഷ്ടമുള്ള ഷർട്ട് എടുത്തിട്ടു. അവളെ കാണാൻ അവിടെ വീടിന് താഴെ ചെന്ന് നിന്നു. സമയം മെല്ലെ കടന്നുപോയി. അവന്റെ മനസ്സിൽ അവൾ വരുമോ ഇല്ലേ എന്നുള്ളൊരു സംശയവും ഇല്ലായിരുന്നു. കാരണം അവൾ വരും. സമയം കടന്നുപോയി. അവൻ ആഗ്രഹിച്ചിരുന്ന സമയം വന്നു. കൃത്യം 9 മണിയായപ്പോൾ അവൻ തല ഉയർത്തി അവളുടെ ബാൽക്കണിയിലേക്ക് നോക്കി. അവളെ കണ്ടില്ല. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.